പറഞ്ഞതിനേക്കാളും 10 രൂപ കൂടുതലുണ്ട്. എന്നാലും കൊച്ചമ്മ ഇത്ര പെട്ടെന്ന് എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. പിരിച്ചുവിടാൻ മാത്രം ഇവൾ എന്ത് തെറ്റ് ചെയ്യുന്നതാണ് നീ പറയുന്നത്? ഒരു തെറ്റും ഇവള് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു വേലക്കാരിയെ നിർത്തി ചെയ്യിക്കാനുള്ള ജോലി ഈ വീട്ടിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉള്ള ജോലി ചെയ്യാൻ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ മതി. പിന്നൊരുത്തി കെട്ടിക്കേറി വന്നിട്ടുണ്ടല്ലോ, അവക്ക് ചെയ്യാൻ തന്നെ ഇവിടെയുള്ള ജോലി തികയത്തില്ല. ഓ, അടുക്കളപ്പണി ഇനിയും തീർന്നില്ലേ? അതൊന്ന് വേഗം തീർത്തിട്ട് ഈ തുണിയൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇടാൻ. ഇന്ത്യ പാക് യുദ്ധത്തിൽ ഏറ്റവും അപകടം പിടിച്ചൊരു മുറയായിരുന്നു ഉളിപ്പോര്. ഇന്നത്തെ അമ്മായിയമ്മ പോരുമായിട്ട് തുളച്ചു നോക്കുമ്പോ അതൊന്നുമല്ലായിരുന്നു. ഈ സാറ് എന്നെയും തല്ലു ഒളിക്കുന്നാ തോന്നണത്. ചേച്ചി, ഞാൻ കൂടെ സഹായിക്കാം. എടാ, നീ എന്തിനാ പെണ്ണുങ്ങളുടെ ജോലി കയറ്റി വരുന്നേ? അകത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പൊ ഇവളുണ്ട് ഇവിടെ. നീ തൊഴുത്തിലെ കാര്യവും പറമ്പിലെ കാര്യവും മാത്രം നോക്കിയാ മതി കേട്ടോ. ഞാൻ ചെയ്തോളാം. നാരായണൻകുട്ടി പൊയ്ക്കോ. ഈ സ്വർണ്ണമൊന്നും ഇട്ടോണ്ട് അടുക്കളയിൽ നിൽക്കണ്ട. ഞാൻ ഊരി വെച്ചേക്കാമേ. വേണ്ട, ഇങ്ങോട്ട് ഊരി തന്നേക്ക്. കാലം മോശമാ. പിന്നെ സോപ്പുവെള്ളം വീണാ സ്വർണം പെട്ടെന്ന് പഴകും. പിന്നെ ഇതൊക്കെ ഇട്ടോണ്ട് ഞെളിഞ്ഞു നടക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ലല്ലോ. കേട്ടോ നാരായണൻകുട്ടി, പറമ്പിൽ നിൽക്കുന്ന തടിയുടെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം. നാളെ ഇനി വല്ല തറവാട്ടുകാരും ബംഗ്ലാവ് വെച്ചൊന്നും വരുവേ. എല്ലാവരും കൂടെ നിന്നെ ഇവിടുത്തെ വേലക്കാരിയാക്കില്ലേ? ഏയ്, ബാലുവേട്ടന് എന്ത് പറ്റി? വീട്ടു ജോലി ചെയ്താ വേലക്കാരിയാവോ? ഇതൊക്കെ ഞാൻ എന്റെ വീട്ടിലും ചെയ്യുന്നതല്ലേ. അതൊന്നുമല്ല, ഞാൻ കാണുന്നുണ്ട് പലതും. ഞാൻ കാരണം നീ ഇത് കയ്യിലിട്ടോ. അയ്യോ വേണ്ട, ഇതൊന്നും വേണ്ട. വേണം, എന്റെ ഒരു സന്തോഷത്തിനാ. വെറുതെ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ഈ അടുക്കള കാര്യങ്ങളിലൊന്നും തലയിടാൻ വേണ്ട. ഇതൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങൾ നോക്കിക്കോളാം. ആ സിഗരറ്റ് കളഞ്ഞേക്ക്. സിഗരറ്റ് കളയടോ. ഓ നാശം, ആരാ നോക്ക്. സന്ധ്യ ആകുന്നതിനും പകത്ത് കയറി കഥടച്ചാൽ എങ്ങനെയാ? കാലത്തേക്കൾ ഉഴുന്ന് വെള്ളത്തിൽ കിടക്കുക, അതരക്കണ്ടേ? ഒരു കെട്ടിടമോ. ഇത് ഇങ്ങനെ വിട്ട പറ്റില്ല. വേണ്ട, എന്നെ ചൊല്ലൊരു പ്രശ്നം ഉണ്ടാവരുത്. ഒക്കെ ശരിയാവും ബാലുവേട്ടാ. കുറച്ചു ദിവസം കഴിയുമ്പോ എല്ലാം നേരെയാവും. അയ്യോ, ഉഴുന്നു വരയ്ക്കണ്ട, കോപ്പ് വരയ്ക്കണ്ട, നേരം പാതിരേ. പെമ്പിള്ളേര് കാതിലും കഴുത്തിലും ഒക്കെ നിറച്ച് സ്വർണ്ണിട്ടോണ്ട് വേണം വരാൻ. അല്ലെങ്കിലേ പച്ച പാതിരയ്ക്ക് ഉഴുന്നരക്കേണ്ടി വരും. ഓ, ഈ ഉഴുന്ന് കണ്ടുപിടിച്ചത് ഏത് പന്ന പരട്ടയാ? എന്താ മോനെ? ഒന്നുമില്ല അമ്മേ. എനിക്കറിയാം നിന്നെ ഉഴുന്നരയ്ക്കാൻ അവൾ അയക്കുമെന്ന്. വേണ്ടച്ചാ, അച്ഛൻ പോയി കിടന്നോളൂ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. മോളെ, നിന്നെ കൊണ്ട് ഈ കല്ലൊന്ന് തിരിക്കാൻ പോലും കഴിയില്ല.
അതുമല്ല, എന്നെപ്പോലൊരു പെങ്കോന്ത ഭർത്താവിന് ഇതിലും നല്ലൊരു പണി വേറെ ഉണ്ടോ? ബാലുസാറിന്റെ ഭാര്യയായിട്ട് ചക്രശ്വാസം വലിപ്പിക്കുക തള്ള. അതിനെ കൊണ്ട് ജോലി മുഴുവൻ എടുപ്പിക്കുന്നതോ പോട്ടെ, നേരത്തും കാലത്തും കഴിക്കാനൊന്നും കൊടുക്കില്ല അത്ര. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അടുത്ത വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പോരുതെന്ന്. ആ എന്നിട്ട് ഇതൊന്നും പോരാണ്ട് അതിന്റെ ആഭരണം മുഴുവൻ അഴിച്ചു വാങ്ങി പെട്ടി വെച്ച് പൂട്ടിയിരിക്കുക. ഒരു നല്ല വസ്ത്രം പോലും അതിനെ കൊണ്ട് ഉടുപ്പിക്കില്ല അത്രേ. മതി മതി, ഈയിടെ ഒരു പരദൂഷണം പറച്ചിൽ നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട്. ആരോ വന്നിട്ടുണ്ട്, അയാള് പോയിട്ട് ബാക്കി പറയാം. എല്ലാം രസിച്ചു കേൾക്കും വേണം, പരദൂഷണം പറയാനും പാടില്ല. ആരാ? ഞാനോ? ഞാൻ നമ്പ്യാതിരി, രാജശേഖരൻ നമ്പ്യാതിരി. പത്മനാഭനല്ലേ ഇവിടെ? പപ്പേട്ടൻ ഓഫീസിൽ പോയിരിക്കുക. അപ്പൊ ഫ്രിഡ്ജ് ഉണ്ട്, ടി വി ഉണ്ട്, VCR ഉണ്ട്. വാഷിംഗ് മെഷീൻ ഇല്ലേ ഇവിടെ? ഇല്ല. എന്താ കാര്യം? പറയാം. വാഷിംഗ് മെഷീനോ കുക്കിംഗ് റേഞ്ചോ ആഭരണങ്ങളോ കാഞ്ചീപുരം പട്ടുസാരിയോ എന്ത് വേണമെങ്കിൽ നമ്പ്യാതിരി വാങ്ങിത്തരാം. പകരം എനിക്ക് യാതൊരു ഉപകാരവും ചെയ്തു തരണ്ട. എന്നെ ഉപദ്രവിക്കരുതെന്ന് കുട്ടിയുടെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. കേട്ടോ കുഞ്ഞെ, ഈ പത്രത്തിൽ ഒരു പരസ്യമുണ്ട്. നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ CI രാമമൂർത്തിയെ നടു റോഡിലിട്ട് വെട്ടിക്കൊന്നു. പോലീസ് സേന പോലും ഈ കേസിന് നേരെ കണ്ണടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കൊലപാതകത്തിന് പിന്നിലെ കറുത്ത കൈകളെക്കുറിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. തയ്യാറാക്കുന്നത് പത്മരാജൻ. ശരിയാ, CI രാമമൂർത്തി നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു. പക്ഷെ അവൻ എന്റെ കണ്ണിക്കാരനായിരുന്നു. നിഷേധിയാ, പറഞ്ഞാ കേക്കില്ല. എത്ര പണം വേണമെങ്കിലും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ അതൊന്നും അവന് വേണ്ട. എന്നെ അറസ്റ്റ് ചെയ്താൽ മാത്രം മതി. പാവം, അവനെ ആരോ കൊന്നു. നടു റോഡിലിട്ട് കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കി കൊന്നു. ലക്ഷക്കണക്കിന് മുടക്കിയിട്ടാ ഞാൻ ആ കേസ് തേച്ച് മാച്ച് കളഞ്ഞത്. അതിപ്പോ അന്വേഷിച്ച് പത്രത്തിൽ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ട്? ഈ കുറ്റാന്വേഷണമൊക്കെ പോലീസുകാർ ചെയ്തോളും കുഞ്ഞെ. അതിന് പത്മരാജൻ വേണ്ട. അവന്റെ അന്വേഷണവും റിപ്പോർട്ട് ഉണ്ടാക്കലും ഒക്കെ നിർത്തുന്ന നല്ലതെന്ന് പറഞ്ഞേക്ക്. ഇനി ഇത് എഴുതിയേ അടങ്ങുമെന്ന് വാശിയാണെങ്കിൽ ഈ നമ്പ്യാതിരി ഒരു ദുഷ്ടനാ. ദേഷ്യം വന്നാ കൊന്നുകളയും. അതൊന്നും അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കടമ മോൾക്ക. കാരണം ഇത്ര ചെറുപ്പത്തിലേ വിധവയാകേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞ ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നീ പോലീസിനൊരു കംപ്ലൈന്റ് എഴുതി കൊടു. ഹേയ്, അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. ഇതൊക്കെ നമ്മൾ കാര്യമായിട്ട് എടുക്കാൻ പോയി അതിനെ നേരം കിട്ടും. പത്രപ്രവർത്തനം ഇതൊക്കെ ഉള്ളതാ. അതറിഞ്ഞുകൊണ്ട് തന്നെ അവൾ എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതും അല്ലേ? ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും എന്റെ ഭാര്യ പേടിക്കൂലടാ, കേട്ടോ? ഓ പേടിക്കില്ല. മോഹൻ കണ്ടില്ലേ, ഒരുമാതിരി വളരെ വെളുത്ത നേപ്പാളിസിലെ പോലെ ഇരിക്കുന്നത്. അത് പേടിച്ചിട്ടൊന്നുമല്ലടാ ഭാഗവതരെ. ഹേമ ഗർഭിണിയാ. ആ, ഈ വീട്ടിൽ ഒരു പ്രജ കൂടി ഉണ്ടാകാൻ പോകുന്നു. അമ്പി അറിഞ്ഞോ? ഏയ്, ആരും അറിഞ്ഞിട്ടില്ല. അംബികേ, അംബികേ, എടി അറിഞ്ഞോ? എടി പപ്പന്റെ വീട്ടിലെ വിശേഷമല്ലേ അറിഞ്ഞോന്ന്? ആ അറിഞ്ഞു. ഹേമ ആരോ കൊല്ലാൻ വന്നതല്ലേ? കറുത്ത കൈയുള്ള ഒരാളാത്രേ. എന്നോട് നാരായണൻകുട്ടി പറഞ്ഞു. ഓ എന്റെ അമ്മോ, ഓരോ വാർത്തകൾ വളഞ്ഞൊടിയുന്നതേ. അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അതൊന്നും അല്ലടി ഞാൻ പറയാൻ വന്നത്. പിന്നെന്താ? അവിടെ പപ്പൻ 3 മാസം അച്ഛനായത് അറിഞ്ഞില്ലേ? ഗംഭീര ചെലവേണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ പിശുക്കനാ. ഞാൻ വിടില്ല. ഇത് അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് തന്നെ കാര്യം. കൂട്ടുകാരന്റെ ഭാര്യ പ്രഗ്നന്റ് ആയപ്പോ ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം വരുമ്പോ എന്തായിരിക്കും? നമ്മുടെ കാര്യം വരട്ടെ. ഇവിടെ ഉത്സവമായിരിക്കും, ഉത്സവം. സംശയിക്കൊന്നും വേണ്ട. നീ നോക്കിക്കോ, കൊട്ടും കൊരവയും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കില്ലേ ഞാൻ. എന്നാലേ എല്ലാം തയ്യാറാക്കിക്കോ. ഉത്സവത്തിനുള്ള സമയമായി തോന്നുന്നേ. ബാലുട്ടാ, ബാലുട്ടാ, അയ്യോ മോനെ, ബാലുട്ടാ, എന്താ മോനെ? മോനെ എന്തു പറ്റി? എന്താ ഇത്? ഒന്നുമില്ല. പിന്നെ ഗർഭം. ഈ പിന്നെ ഗർഭത്തിന്റെ ആലസ്യ. നിനക്കോ? എനിക്കല്ല, അമ്പയ്ക്ക്. അതിന് നീ തലയിട്ട് വീണ് എന്തിനാ? ഈ വീട്ടിലെല്ലാം അങ്ങനെയാണല്ലോ. ഇവിടെ ആലസ്യം ആണുങ്ങൾക്കല്ലേ ഉണ്ടാകാറ്. ഇനി ഇവിടെ ഒരു പുരുഷൻ ഗർഭം കൂടി ധരിച്ചാൽ
പൂർത്തിയായി. അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആ. ഉണ്ടാകുമായിരുന്നെങ്കിൽ താനല്ലേ പ്രസവിക്കുമായിരുന്നു. ഏ? വന്ന് കേറിയില്ല അതിനു മുമ്പേ ഛേ നാണക്കേട്. അല്ലെങ്കിൽ തന്നെ തമ്പുരാട്ടി കട്ടിലേന്ന് ഇറങ്ങില്ല. അതിനിടയിൽ ഇതും കൂടെ ആയപ്പോ പൂർത്തിയായി. ഹും. നേരാണോടി നീ പറഞ്ഞത്? അതേന്ന് എനിക്ക് 2 ദിവസം മുമ്പേ സംശയം ഉണ്ടായിരുന്നു. ഇന്ന് ബാലു അവളെയും കുട്ടി ആശുപത്രി പോയി സംഗതി ഉറപ്പാക്കി. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? ഓ, ഇതെങ്ങാനും ആൺകുഞ്ഞാണെങ്കിൽ എന്റെ ഈശ്വര 50 ലക്ഷവും കാറും ആവൻ തട്ടിക്കൊണ്ടു പോണത്. അങ്ങനെ ആരും ഇവിടെ പേടിക്കണ്ട. കാരണം എന്റെ ഭാര്യയും അവിടെ തയ്യാറെടുത്തോണ്ടിരിക്കുക. അതെന്താ, നിന്റെ ഭാര്യ വല്ല ഗുസ്തി മത്സരത്തിനും പോകുന്നുണ്ടോ നേരത്തെ തയ്യാറെടുക്കാൻ? നോക്കിക്കോ, ഈ തറവാട്ടിലെ ആദ്യത്തെ ആണ്ടരി എന്റെ ആയിരിക്കും. ആണത്തമില്ലാത്ത നിനക്കെങ്ങനെയാണ് ആൺതരി ഉണ്ടാവുന്നത്? ബാലുവിനെങ്ങാനും ആണായിരിക്കുമെന്നാ എന്റെ പേടി. അതിപ്പോ അറിയാം. ഇപ്പൊ തന്നെ പ്രസവം ഉണ്ടോ? ഇല്ല, ഇപ്പൊ തന്നെ പ്രവചിക്കും. അപ്പൊ മഷിക്കൂപ്പി കയ്യിലെടുത്തിട്ടുണ്ട്. രണ്ടിലൊന്നും ഇപ്പൊ അറിയാം. എന്നാ ഇനി പേടിക്കാനില്ല. അങ്ങേര് മഷിയിട്ട് നോക്കിയിട്ട് ഇന്നേ വരെ ആ തിരുനാക്കൊണ്ട് ആൺകുട്ടി എന്ന് പറഞ്ഞിട്ടില്ല. സത്യത്തിൽ അങ്ങേരുടെ ഒടുക്കത്തെ കരുതാക്ക് കാരണമാണ് നമുക്കൊക്കെ പെൺകുട്ടികൾ മാത്രമായി പോയത്. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ആ മുതുകുരങ്ങ എന്താ പ്രവചിക്കാൻ പോകുന്നതെന്ന് അറിയാലോ. പാടി. മാളവികേ, ആരതി. ഓ, രക്ഷപ്പെട്ടു. ആരതി പെണ്ണാ? പറഞ്ഞില്ല. ശബ്ദം ഉണ്ടാക്കരുത്. മാളവികേ, ഈ ആരതി അടിക്കേണ്ടി വരും. എന്ന് വെച്ചാ എന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീകൃഷ്ണനെയാണ് ഞാൻ കാണുന്നത്. ഈ വീട്ടിൽ അവതരിക്കാൻ സമയമായി എന്നെന്നോട് പറയും പോലെ. അതേടി, ഈ വീട്ടിൽ ഒരു ആൺകുഞ്ഞു പിറക്കാൻ പോകുന്നു. എന്റെ ഗുരുവായൂരപ്പാ. പോ. അണ്ണാ, 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 അണ്ണന്റെ ഭാര്യ പ്രസവിച്ചു. പ്രസവിച്ചോ? ആ, 4 മണിക്ക്. ആണോ പെണ്ണൊന്ന് പറയടാ. അതല്ലേ രസം. ഇരട്ടയാ. ഇരട്ട കുട്ടികള്. ഒന്ന് പെണ്ണ്, മറ്റൊരു പെണ്ണ്. 2 പെൺകുട്ടികള്. നീ അന്ന് കടന്ന് തുള്ളിയപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് നീ ദുഃഖിക്കേണ്ടി വരുമെന്ന്. 50 ലക്ഷവും കാറും. ഇനി നിന്റെ ഭാര്യയല്ല, നിന്നെ പോലും അമ്മ വീട്ടിനകത്തോട്ട് കയറ്റുമെന്ന് സംശയമാണ്. അവന്റെ ഭാര്യ പ്രസവിക്കുന്നത് ആണാണെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അതിനി സംശയിക്കാനില്ല, ആൺകുഞ്ഞ് തന്നെ. അപ്പൂപ്പൻ പറഞ്ഞ പിന്നെ തെറ്റാറില്ല. പക്ഷെ എനിക്കത് അത്ര വിശ്വാസമില്ല. എന്നാലും അതിനി ഒരു ആൺകുഞ്ഞാണെങ്കിൽ നമുക്ക് നേരത്തെ പലതും ചെയ്തു വെക്കേണ്ടതുണ്ട്. ഇനി എന്തോന്ന് ചെയ്യാൻ? ഉണ്ട്, പലതുമുണ്ട്. അതിനു മുമ്പ് അത് ആൺകുഞ്ഞാണോന്ന് ഉറപ്പുവരുത്തണം. അല്ല, അത് അപ്പൂപ്പൻ. ഒന്ന് പൊടി നിന്റെ അപ്പൂപ്പൻ. കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാൻ ഒരു വഴി കൂടിയുണ്ട്. നീ വാ. ഇതൊക്കെ എന്റെ ആഭരണങ്ങളാ. ഇതുവരെ ഇതൊരാൾക്ക് ഞാനൊന്നും ഇടാൻ പോലും കൊടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം നിനക്കാ. ആ, ഇനി അധികം ശരീരം അനങ്ങരുത്. അതെ, ഒട്ടും ശരീരം അനങ്ങരുത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവൾ എന്തിനാ ശരീരം അനങ്ങുന്നത്? എല്ലാം അമ്മ നോക്കിക്കോളാം. എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മയെ വിളിച്ചാ മതി കേട്ടോ.
ആ ഇതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കും മോളെ. നിന്റെ ജാതകത്തില് രാജയോഗം തുടങ്ങിയെന്നാ തോന്നുന്നത്. ഇനി നീ ഇവിടത്തെ രാജ്ഞിയടി. സത്യം പറഞ്ഞ മനസ്സിപ്പോഴാവും തണുത്തത്. അമ്മ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് കാണുമ്പോഴൊക്കെ മനസ്സ് കിടന്ന് പിടയുകയായിരുന്നു. നമ്മുടെ അപ്പൂപ്പനെ കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കുടുംബത്തിന് ഉപകാരം ഉണ്ടായത്. സത്യം പറഞ്ഞ നീ ഞാനൊക്കെ നന്ദി പറയേണ്ടത് അപ്പൂപ്പനോടാ. അന്ന് അപ്പൂപ്പൻ മഷിയിട്ട് നോക്കിയിട്ട് പെൺകുഞ്ഞാണെന്ന് എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ നീ ഞാനൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. അതെന്താ? അതാണ് ഈ വീടിന്റെ പ്രത്യേകത. അമ്മ ഇങ്ങനെ കഥ അറിയാതെ ആട്ടം കാണരുത്. അപ്പൂപ്പൻ പറയുന്നത് അമ്മ ഇങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്ന്. അച്ഛൻ പറഞ്ഞിട്ട് ഇതുവരെ എന്താടാ തെറ്റിട്ടുള്ളത്? തേക്ക് മോട്ടിച്ചത് അച്ഛനാണെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ആയുധവുമായിട്ട് ബന്ധമുള്ള ഒരാളാണെന്നേ പറഞ്ഞുള്ളൂ. ബാലുവിന് എന്ത് ആയുധവുമായി ബന്ധം? അവൻ എന്താ ബോഫേഴ്സ് ഇടപാട് നടത്തിയോ? അപ്പൂപ്പ ആണാണെന്ന് പറഞ്ഞ കുട്ടി ആണാകണമെന്നില്ല. അതറിയാൻ വേറൊരു മാർഗമുണ്ട്. സ്കാനിങ്. എന്ന് വെച്ചാ എന്താ? സ്കാനിങ് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നതിന് മുമ്പ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ടിവിയിൽ കാണാൻ പറ്റും. ടിവിയിലോ? അയ്യോ കൊച്ചമ്മയ്ക്ക് അത് അറിഞ്ഞൂടെ? ഇപ്പൊ അങ്ങനെ ഒരു ടി വി ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞു വിടറ നാരായണൻകുട്ടി. കൊച്ചമ്മ കേട്ടിട്ടില്ലേ? ഇല്ല. അതാണ് കേബിൾ ടി വി. അമ്മേ, ഇത് ഡോക്ടർമാരുടെ അടുത്തുള്ള ടി വിയാ. അവൾ അവിടെ കൊണ്ടുപോയാൽ വിവരം ഉടനെ അറിയാം. വെറും 500 രൂപ പോലും ആവില്ല. എന്തിനാണ് 500 രൂപ? കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ. അതറിയണമെങ്കിൽ ഷഡ്ഡി ഊരി നോക്കിയാ പോരടാ മണ്ടന്മാരെ, വെറുതെ കാശ് കളയണോ? അച്ഛാ, വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ കാര്യമാ പറയുന്നത്. അമ്മയ്ക്ക് അറിയണമെങ്കിൽ പറ, ഈ നിമിഷം നമുക്ക് അവളെ കൊണ്ടുപോവാം. അറിയണം. അങ്ങനൊന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കിച്ചേക്കാം. വല്യേട്ടനും കൊച്ചേട്ടനും കൂടി അമ്മയെ ശരിക്കും സോപ്പിടുന്നുണ്ടല്ലോ. എന്താ കാര്യം? മോനെ ബാലു, നമുക്ക് അമ്പിയെ കൊണ്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോവാം. അവൾക്ക് എന്ത് പറ്റി? അവക്കൊന്നും ഉണ്ടായിട്ടല്ല. ഡോക്ടറെ അടുത്ത് പോയി ഏതാണ്ട് ഒരു കുന്ത്രാണ്ടം ചെയ്ത കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് അറിയാവുന്നതാ ഇവന്മാര് പറയുന്നു. സ്കാനിങ്. എന്തിന്? സ്കാനിങ് ഒന്നും വേണ്ട, അതൊക്കെ കേടാ. കേടാണെങ്കിൽ കേടില്ലാത്ത സ്കാനിങ് മെഷീൻ വേറെ ഉണ്ടല്ലോ, അതുള്ള ആശുപത്രി കൊണ്ടുപോയി നോക്കണം. നമുക്കൊന്ന് പോയി നോക്കാടാ. എങ്കിൽ ചെന്ന് നോക്കിയേക്കടാ, കുട്ടിയുടെ പൊസിഷൻ കൂടി അറിയാമല്ലോ. വേഗം പോയി അവളെയും കൂട്ടി കൊണ്ടുപോവാ. ഇപ്പോഴൊന്നും പറ്റില്ല, വേണമെങ്കിൽ നാളെ പോവാം. നാളെ എനിക്ക് ഒഴിവില്ല, കോടതി പോണം. നാളെ 12 വരും, എനിക്ക് റേഷൻ കടയിൽ പോകണം. ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. എന്റെ ഭാര്യയെ സ്കാൻ ചെയ്യിക്കാൻ ഞാൻ ഒരാൾ മാത്രം കൂടെ പോയാ പോരെ?